പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഖുർആൻ്റെ പ്രത്യേകമായൊരു ബന്ധം നടക്കുന്നത് നമുക്കറിയാം. കേരളത്തിൽ ഇസ്ലാമിൻ്റെ ബന്ധങ്ങളും മറ്റും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം മാലിക് ദീനാറും സംഘവും അവരുടെ വരവോടുകൂടെയാണ്. മാലിക് ദീനാറും സംഘവും ആ സംഘം 44 പേരുണ്ടായിരുന്നു. ഒന്ന് അവിടുത്തെ കുടുംബങ്ങളാണ്, മക്കളുടെ മക്കൾ, അങ്ങനെ അടങ്ങുന്ന 10-12 പേര്, വേറെ ചില ഖാദിമീങ്ങൾ, പിന്നെ അതിലുള്ളൊരു 20 പേര് ഖുർആൻ ഹിഫ്ദുള്ള 10-12 ആളുകളും, അതുപോലെ തന്നെ ഖുർആൻ വ്യക്തമായി എഴുതാൻ കഴിയുന്ന കുറച്ച് ആളുകളും. ഇങ്ങനെ 20 പേര് മാലിക് ദീനാർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് റിഹ്ലത്തുൽ മുലൂക്ക് എന്ന കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ പറയുന്ന ആ കിതാബിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ വന്ന ഹാഫിളീങ്ങൾ അവരിൽ പലരും അന്തി ഉറങ്ങുന്നത് കൊയിലാണ്ടി പാറപ്പള്ളിയിലാണ് എന്നും ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അവർ പരമാവധി ഇവിടെ ഖുർആനിൻ്റെ പഠനങ്ങളും കോപ്പികൾ എഴുതി തയ്യാറാക്കുന്നതിലൊക്കെ കൂടുതൽ ഇടപെട്ടു. അങ്ങനെയാണ് നമ്മുടെ ഈ മലയാളത്തിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു പ്രചാരണം ആദ്യമായി നടക്കുന്നത്. അവിടെ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇടപെടലാണ് കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിൻ്റേത്. കേരളത്തിലുള്ള ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജകുടുംബം. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്, കേരളത്തിൽ എല്ലാ ഭരണാധികാരികളും അമുസ്ലിമീങ്ങളാണ്. ഒരു മുസ്ലിം ഭരണാധികാരിയും കേരളീയ മലബാരികൾക്കില്ല. ഒരിക്കലും ശരിയല്ലത്. ഒരു മലയാളിയായ ഒരാൾ ഒരിക്കലും അത് പറയൂല. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇസ്ലാമിക ചലനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പ്രത്യേക വിഭാഗം, ഒരു വലിയ സ്വാധീനം ചെലുത്തിയവരാണ് അറക്കൽ രാജകുടുംബം. പണ്ഡിതന്മാർക്കൊക്കെ വലിയ പരിഗണന നൽകി അവരെ ഫത്വകൾക്കായി അവർ നിയമിച്ച് വലിയ ഇടപെടലാണ്. ആ അറക്കൽ രാജകുടുംബത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, ധാരാളം ഖുർആൻ്റെ കോപ്പികൾ വ്യാപിപ്പിക്കുന്നതിൽ അവർ പ്രത്യേകം പരിശ്രമിച്ചിരുന്നു. ഖുർആൻ എഴുതാൻ വേണ്ടി പല ആളുകളെയും അവർ നിശ്ചയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഓർമ്മകളായി, അതിൻ്റെ ചരിത്ര ശേഷിപ്പായി ഇന്ന് കണ്ണൂർ പോയാൽ അറക്കൽ രാജകുടുംബത്തിൻ്റെ പേരുള്ള മ്യൂസിയം ഇന്നും ഉണ്ട്. കണ്ണൂരൊക്കെ പോയാൽ ഒന്നവിടെ കയറുന്നത് നല്ലതാണ്, നമ്മളത് അറിയേണ്ടതുമാണ്. ആ മ്യൂസിയത്തിൽ അറക്കൽ രാജകുടുംബം അങ്ങനെ പല തവണകളിലായിട്ട് ഖുർആൻ ആദ്യകാലത്തും പിൽക്കാലത്തൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നതിൻ്റെ ചില കോപ്പികൾ ഇന്നും ആ അറക്കൽ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മളെ കേരളത്തിൽ ഖുർആനിൻ്റെ ഒരു വ്യാപനം. നമ്മുടെ പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ ഇതുപോലെ ഖുർആനിനോടുള്ള ഒരു വലിയ ബന്ധങ്ങൾ, ഒരുപാട് ആളുകൾ ഖുർആൻ എഴുതുന്ന ആളുകൾ പിൽക്കാലത്തുണ്ടായി. അതോടൊപ്പം ഒരുപാട് മറ്റു കുറേ ആളുകൾ ഖുർആൻ ബൈൻഡ് ചെയ്യുന്ന ആളുകൾ, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, ചില പ്രായമുള്ള ഉമ്മമാർ അവർ ഖുർആൻ ബൈൻഡ് ചെയ്യുന്നതിൽ വലിയ കഴിവുള്ളവരായിരുന്നു. നമ്മുടെ പൂർവികർ ആ നിലക്ക് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ വലിയ ആനന്ദത്തിൽ, മര്യാദകളിൽ എല്ലാം കാത്തു സൂക്ഷിച്ചു പോകുന്നവരാണ്. പക്ഷേ ഇന്നത്തെ തലമുറ ഇതിലൊക്കെ വളരെ പിറകോട്ട് പോയി. ഒരു കാര്യം അങ്ങോട്ട് ധാരാളമായാൽ പിന്നെ അതിനൊരു മൂല്യം കുറയുക എന്നുള്ളൊരു സ്വഭാവത്തിൽ ഖുർആൻ്റെ വിഷയത്തിലും അത്തരം പ്രവണതകൾ കണ്ടു തുടങ്ങുന്നത് ഖേദകരമാണ്. നമ്മളെ വീട്ടിലായാലും ഇപ്പോൾ നമ്മളെ പൂർവികരായ ഉമ്മമാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് വലിയ ബഹുമാനം കൊടുത്ത് അവർ അതിന് വെക്കുന്ന സ്ഥലമൊക്കെ തന്നെ മുകളിൽ, അതുപോലെ അത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശീലകൾ, കവറുകൾ, അത് നെയ്തുണ്ടാക്കുന്നവർ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളങ്ങനെ പ്രത്യേക കവറൊന്നും ഇല്ലെങ്കിലും ഒരു വൃത്തിയുള്ള, നമ്മളെ വീടൊക്കെ ഒന്ന് ഉഷാറാണല്ലോ, വൃത്തിയുള്ളൊരു സ്ഥലം ഖുർആൻ വെക്കാനായിട്ട് പ്രത്യേകം ഉണ്ടാകുക. ഇതൊന്നുമില്ല, നമ്മുടെ ടേബിളുമേ തന്നെ അവിടെ തന്നെ ചിലപ്പം കറി വെക്കും, മീൻ്റെ മുള്ളുണ്ടാവും, അതിന് അങ്ങേ തലത്തിൽ നമ്മൾ ഖുർആൻ വെക്കും. ഒരു ബഹുമാനമില്ലാത്ത പരിപാടി. അതിലേറെ ഖേദകരമാണ് ചില പള്ളികളിലുള്ള വേലകൾ. പള്ളികളിപ്പോൾ ഒന്ന് ഉഷാറാക്കി, അപ്പോൾ ചില കമ്മിറ്റിക്കാരൊക്കെ ഖുർആൻ വെക്കാൻ താഴ്ഭാഗത്ത് ചില ഇത് ഉണ്ടാക്കുകയാണ്. എന്നാൽ എന്താണ് അവർ കാണുന്ന സൂത്രം? മുമ്പൊക്കെ ഖുർആൻ എടുക്കാൻ എഴുന്നേൽക്കണം, ചിലപ്പോൾ ഒരു കൈ പൊന്തിക്കണം, പള്ളിയിലുള്ള തൂണുമലോ അല്ലെങ്കിൽ ചുമരിനെ കുറച്ച് കൈ പൊക്കിയാലേ നമുക്ക് ഖുർആൻ കിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ നമ്മൾ എടുത്തു കൊടുക്കണം, അല്ലാതെ അവർക്ക് എടുക്കാൻ പറ്റില്ല. അത്രയും അതിനെ സൂക്ഷിച്ചതാണ്. ചന്തിക്കെട്ടിൻ്റെ താഴ്ഭാഗത്തേക്കൊന്നും ഖുർആൻ ഉണ്ടാകരുത്. ഒരാൾ പള്ളിയിലോ മറ്റോ നിന്നാൽ അവൻ്റെ ചന്തിയോട് നേരെ ഖുർആനോട് ആ ഭാഗം വരുന്ന രൂപത്തിലൊന്നും ഉണ്ടാവരുത് എന്നുള്ള ആ അദബിൻ്റെ ചിന്തയിലാണ് ആദ്യകാലത്ത് അതൊക്കെ അങ്ങനെ സെറ്റപ്പാക്കിയത്. പക്ഷേ ഇന്ന് അങ്ങനത്തെ ബോധങ്ങളൊക്കെ പോയി. പള്ളി കമ്മിറ്റികളിൽ വരുന്ന പല ആളുകൾക്കും തന്നെ പള്ളീൻ്റെ കമ്മിറ്റി ആകുമ്പോൾ അതിൻ്റെ പരിപാലനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹുർമത്തും കാര്യം ബോധ്യമാണല്ലോ, അതിനെക്കുറിച്ച് ധാരണയില്ല. ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ ഒരു ഉസ്താദും അവിടുത്തെ മഹലിലെ സെക്രട്ടറിയും വന്നു എന്നാണ്. അപ്പോൾ ഉസ്താദ് വർത്താനൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി, പിന്നെ ഇയാൾ നമ്മളെ പള്ളീൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചത്രേ, കിതാബ് ഓതിക്കണമെന്ന്. അപ്പോൾ കിതാബ് ഒന്നുമില്ല, പിന്നെന്താ എന്നും പറഞ്ഞു എന്ന് പറഞ്ഞാൽ പള്ളിയിൽ സെക്രട്ടറിയാണ് ആൾക്കാർ എന്തോ കുറേ കിതാബ് ഓതുക എന്നുള്ളതല്ല, പക്ഷെ പള്ളി എന്നുള്ളതാണല്ലോ.
അപ്പോൾ അത് അവിടെ ശ്രദ്ധിക്കേണ്ട പല മര്യാദകളുണ്ടാവും. അതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളാകണം എന്നാണ് ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇന്നിപ്പം ആ ഒരു ആളുകൾ ചിന്തിക്കുന്നത് ആൾ ഇരുന്നോടത്തുനിന്ന് തന്നെ പിന്നെ ഖുർആൻ എടുക്കാൻ കഴിയണം. അത് മനസ്സിലാക്കിയിട്ട് പറ്റ താഴെ ഖുർആൻ വെക്കുന്ന ഏർപ്പാടെന്ന് പല പള്ളികളിലുണ്ട്. മനുഷ്യൻ നടന്നു പോവുകയാണെങ്കിൽ, പള്ളിയിലുള്ള ആളുകൾ നടന്നു പോകുകയാണെങ്കിൽ തന്നെ അവരുടെ കാലിൻ്റെ പാദം ഖുർആൻ്റെ ഒക്കെ മുകളിൽ വരുന്ന രൂപത്തിൽ അത്രയും താഴ്ത്തിയിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ചില പള്ളികളിൽ ഇപ്പോൾ നമ്മളെ പേപ്പറുകളുണ്ടാവും. അത് സമസ്തൻ്റെ ആയാലും പിന്നെ ഏത് സമസ്തൻ്റെതായാലും പേപ്പറുകൾ ഇപ്പം സമസ്തൻ്റെതായാലും അല്ലാത്തതായാലും ഒക്കെ അതിനൊരു പൊതു സ്വഭാവം ഉണ്ടാവും. അതിൽ പല സംഭവങ്ങളും കടന്നു വരും. അത് അത്ര മുബാറക്കായ ഒരു വസ്തുവേ അല്ല, ഉറപ്പാണല്ലോ. ആ രൂപത്തിലുള്ള ചിത്രങ്ങളും വാർത്തകളും എന്തെല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മളിറക്കുന്നൊരു പത്രം എന്ന് മനസ്സിലാക്കി ഖുർആനും ഈ പത്രങ്ങളൊക്കെ ഒരു തുടിയിൽ ഒരേ രൂപത്തിൽ അട്ടിക്ക് വെക്കുന്ന രൂപങ്ങളൊക്കെ ദൃഷ്ടിയിൽപ്പെടുന്നുണ്ട്. ഇതൊക്കെ അവിവേകമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പള്ളികളിൽ നേരത്തെ പറഞ്ഞതുപോലെ പള്ളി പരിപാലനത്തിൻ്റെ ആളുകളിൽ ഇത്തരം ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ ചില പള്ളികളിൽ മൂത്രപ്പര ഉണ്ടാക്കും. മൂത്രപ്പര എന്ന് പറഞ്ഞാൽ എന്താ? അത് മറയാണ്. ഒരാൾ മൂത്രയിക്കുമ്പം അവൻ്റെ അവർത്ത് മറ്റൊന്നും കാണാതിരിക്കാനൊക്കെയുള്ള മറകളാണല്ലോ. പക്ഷേ മൂത്രപ്പരൻ്റെ ചില ടൈലുകളും മറ്റും അത് കുറച്ച് തിളക്കമുള്ളതൊക്കെ ആയാൽ അങ്ങനെ ഉണ്ടാവും. അപൂർവം ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ വാങ്ങിയതായിരിക്കും. കടയിൽ ചെല്ലുമ്പം ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ഇതെടുത്തോളി, ഇത് കൊണ്ടുപോയിക്കോളി, ഇത്രയാണെന്ന്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പണത്തിൻ്റെ ലാഭം മാത്രം നോക്കും. ഈ പണത്തിൻ്റെ ലാഭം നോക്കി എവിടേക്കത് കൊണ്ടുപോകണത്, എവിടെയാണത് പതിപ്പിക്കുന്നത്, ഇത് ശ്രദ്ധിക്കണില്ല. അങ്ങനെ പിന്നെ മൂത്രപ്പര ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എല്ലാ മറയും പൊളിയാണ്. അതുപോലെ തന്നെയാണ് ഈ പള്ളിൻ്റെ ഉള്ളിലും ചില പള്ളികളിൽ കാണാം ഒന്നാം സൊഫിൻ്റെ ഒക്കെ ഭാഗത്ത് തിളക്കമുള്ള ടൈലുകൾ, ചില സ്ഥലങ്ങളിൽ ഗ്ലാസ് വരെ പതിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മളാണ് തെക്കുപേര് കെട്ടിയാൽ പിന്നെ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കണത് വേറൊരു കാര്യം. എന്തെന്നെ ആയാലും ആ പള്ളിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കാഴ്ച. ഇതൊക്കെ കറാഹത്ത് വരുന്ന സംഭവമാണെന്ന് ഫിഖഹിൻ്റെ ഇബാറത്തിൽ നിന്ന് വ്യക്തമാവും. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ വരുന്നത് എന്തുകൊണ്ടിട്ടാണ്? ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് യാതൊരു ബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആ ചോദ്യം. അതവിടെ വളരെ പ്രസക്തമാണ്. അപ്പോൾ പള്ളികളിലൊക്കെ മുസഹഫൊക്കെ വെക്കുമ്പോൾ ഇത് മുസഹഫാണെന്നൊരു ബോധം വേണം. അതിൻ്റെ ഇക്റാം നമ്മൾ പാലിക്കണം. ഖുർആൻ്റെ ലിപികൾ, അതിൻ്റെ ക്രോഡീകരണവും അതിൻ്റെ ഒരു ചില സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഈ ലിപി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഖുർആൻ അങ്ങനെ എഴുതി രൂപപ്പെടുത്താൻ മാത്രം ഉള്ളതല്ലല്ലോ, പിന്നെ അത് ഓതാനുള്ളതാണ്. അപ്പോൾ ഖുർആൻ്റെ പാരായണമാണ് ഏറ്റവും വലുത്. ഖുർആൻ്റെ പാരായണം എങ്ങനെയായിരിക്കണം? അത് അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ ഓതി കേൾപ്പിച്ചത് അതുപോലെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കേണ്ടത്. ഖുർആനിൻ്റെ ഖിറാഅത്ത് ഇതിൽ അറിയപ്പെട്ട ഇമാമിങ്ങളുണ്ട്. ഇപ്പോൾ ഫിഖ്ഹിൽ നമ്മൾ മഷ്ഹൂറായി 4 ഇമാമിങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഖുർആൻ്റെ ഖിറാഅത്തുമായി 7 ഇമാമിങ്ങൾ പ്രത്യേകം അറിയപ്പെട്ടവരാണ്. എന്താണ് ഇവരുടെ മഹത്വം? ഇവർ സ്വഹാബത്തിൽ നിന്നും അതുപോലെ താബീങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ഖുർആൻ ഓതിയത് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കി അത് ചിട്ടപ്പെടുത്തിയ ഇമാമിങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫിഖ്ഹിൽ ഇപ്പോൾ ഈ 4 മദ്ഹബ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഖുർആൻ്റെ ഖിറാഅത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾ നമ്മുടെ ഓത്ത് ചെന്ന് മുട്ടുന്നത് എങ്ങോട്ട് മുട്ടണം? ഈ പറയപ്പെട്ട ഇമാമിങ്ങൾ, അത് 7 മുഖ്യമാണ്, 10ഉം 14 വരെ ആ ഇമാമിങ്ങളുടെ ശൃംഖല നീണ്ടു കിടക്കുന്നുണ്ട്. അതിൽ അവരിലേക്ക് ചെന്ന് ചേരണം നമ്മുടെ ഖിറാഅത്ത്. ഇതിലേക്ക് ചെന്ന് ചേർന്നില്ലെങ്കിൽ ആ ഖിറാഅത്ത് ഖുർആൻ്റെ ഖിറാഅത്തായിട്ട് പരിഗണിക്കപ്പെടില്ല. നമ്മൾ ഓതുന്ന ഖുർആൻ്റെ ഖിറാഅത്ത് ഇതിനൊരു പരമ്പര ഉണ്ട്. ഇത് ഒരർത്ഥത്തിൽ മിക്ക ആളുകൾക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ച ആളുകളാണല്ലോ കൂടുതലും ഉണ്ടാവുക. അപ്പോൾ നമുക്കൊക്കെ മദ്രസകളിൽ നിന്ന് ഓതി തന്ന ഉസ്താദുമാർ ഈ ഒരു നിയമത്തിലൂടെ വന്നവരാണ്. അവരുടെ ഉസ്താദുമാർ ഇങ്ങനെ നമ്മുടെയൊക്കെ ഖിറാഅത്ത് ചെന്നുമുട്ടുന്നത് മഹാന്മാരായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അലി ബിൻ അബി ത്വാലിബ് ഇങ്ങനെയുള്ള സഹാബാക്കളിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഇമാമിങ്ങളുണ്ട്, അവരിലേക്ക് ചെന്നുമുട്ടുന്ന ഖിറാഅത്തുകളായിരിക്കണം നമുക്കുണ്ട്. അതിൻ്റെ സനദ് നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു വഴി അങ്ങനെയാണ്. അത് നമ്മൾ ആ കൂട്ടത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ പാരായണം അതിൽ വല്ലാത്ത ആവേശം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഒരു മടുപ്പില്ലാതെ അതിനോട് പ്രത്യേകം ഒരു താല്പര്യം. ബഹുമാന്യരായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അവരെ ചരിത്രത്തിൽ കാണാം, റമദാനിൽ വിത്റിൽ അവസാനത്തെ ഒരു റക്കായത്ത്, ഒറ്റ റക്കായത്തിൽ അവർ ഖുർആൻ ഖത്തമ് ചെയ്യും, പൂർത്തിയാക്കും. ഒരു റക്കായത്തിൽ ഒരു ഖത്തം പൂർത്തിയാക്കുക. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തവർ ഗൗസുൽ ആലമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ. അപ്പോൾ ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഖത്തമ് തീർക്കുക, അത് അവരുടെ കറാമത്തും കൂടിയാണ്. അതൊന്നും ഇപ്പോൾ സാധാരണക്കാരെ നമുക്ക് നടക്കില്ല. പക്ഷേ ഖുർആൻ പാരായണത്തിൽ നല്ലൊരു താല്പര്യവും റൗബത്തും വന്ന് ഓതുന്ന ഒരു സ്വഭാവം വിശിഷ്യ റമദാൻ മാസത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങളുണ്ട്, അതിന് പെട്ടെന്ന് നമുക്ക് മറുപടി പറയാം. ഒരു ചോദ്യം, ഖുർആൻ ഓതുന്ന സമയം ചില ആളുകളൊക്കെ ഉണ്ടാവും ഖുർആനിൻ്റെ മീതെ കണ്ണട വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പേന വെക്കും, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഇടക്ക് അടയാളം വെക്കാനോ മറ്റൊക്കെ കണ്ണടയോ വേറെ സാധനമൊക്കെ തിരികെ വെച്ച് പോകും. ഇങ്ങനെ ചെയ്യുന്ന പ്രവണത ഇത് ശരിയാണോ എന്നതാണ്. ബഹാനരായ ഫതുഹുൽ മുഈൻ്റെ നമ്മൾ സൈനുദ്ദീൻ മഖ്ദൂം അവിടുന്ന് ക്രോഡീകരിച്ച ഫതാവയിൽ കാണാം. അവിടുത്തെ ഉസ്താദുമാരിൽ നിന്ന് പല വിഷയങ്ങളും ചോദിച്ച് ശേഖരിച്ച ഫത്വകൾ. അതിൽ കാണാം അൽ അജീബത്തുൽ അജീബ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, വേറെയുമുണ്ട്. അവിടുത്തെ ഉസ്താദ് ഷെയ്ഖ് ബാമഹ്റമ തങ്ങളോട് ഈ വിഷയത്തിൽ ചോദ്യം, വഫി വലൈ മിർഅത്തിൽ ഐനി അനൽ മുസ്ഹഫി,
മുസാഫിൻ്റെ മേലെ കണ്ണട വെക്കുക, ഈ പിന്നെ ഓത്തിന് സമയത്ത് എളുപ്പത്തിൽ നോക്കാനും മറ്റൊക്കെ സൗകര്യത്തിന് അവിടെ തന്നെ വെക്കുക, ഇത് പാടുണ്ടോ ഇല്ലേ? അതിന് ബഹുമാനപ്പെട്ട ഷേഖ് അവരുടെ മറുപടി അന്ന വദഅൽ മിർഅത്തി വഗൈരിഹ അലൽ മുസ്ഹഫിൽ കരീമി ലാ യജൂസു ലിമാ ഫീഹി മിനൽ ഇംതിഹാനി വൽ ഇൻതിഹാക്കി ലിഹുർമതിഹി. കണ്ണട അതുപോലത്തെ വസ്തുക്കൾ, മൊബൈൽ, ഇത്തരം വസ്തുക്കളൊന്നും, പേന, ഇതൊന്നും മുസ്ഹഫിൻ്റെ മുകളിൽ വെക്കരുത്, അത് അതിൻ്റെ ഹുർമത്തിനോട് യോജിച്ചതല്ല, അത് പാടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഒരു മറുപടി കൊടുത്ത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഒന്ന് പുറത്ത് വെച്ചാൽ മതിയല്ലോ, എന്തിനാ അത് അതിൻ്റെ മുകൾക്ക് തന്നെ കൊണ്ടുപോയി വെക്കുന്നത്? മറ്റൊരു ചോദ്യം പല ആളുകൾ ചോദിക്കും, റമദാനാകുമ്പോൾ പ്രത്യേകിച്ചും. റമദാനൊക്കെ ആകുമ്പോൾ പുതിയ മുസ്ഹാഫുകളൊക്കെ നമ്മൾ ചില ആളുകൾക്ക് വാങ്ങും, പഴയ കുറേ മുസ്ഹാഫ് ഉണ്ടാവും, അതൊക്കെ നുരുമ്പി പലതുമായിട്ടുണ്ടാവും. ഇതെന്ത് ചെയ്യും? കത്തിക്കാൻ പറ്റുമോ? വെള്ളത്തിലിടാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പലതും ചോദിക്കും. ഈ ചോദ്യം വന്നപ്പോൾ ഇതുപോലെ തന്നെ മഹ്ദൂം തങ്ങളുടെ അവിടുത്തെ ഫത്താവ ജമ്മു ചെയ്ത ഫത്താവയിൽ കാണാം, അനൽ മുസ്ഹഫ ഇദാ ബലിയ വ തഅദ്ദറൽ ഇന്തിഫാഉ ബിഹി ജാസ കുല്ലു മിൻ ഗസ്ലിഹി വ ഇഹ്റാഖിഹി വ ദഫ്നിഹി ലിഅന്നഹു യഹ്സുലു ബിദാലിക സിയാനത്തുൻ അനിൽ ഇന്തിഹാഖ്. അപ്പോൾ മുസ്ഹഫ് കരിക്കുക, പിന്നെ അതിൻ്റെ കരിച്ച 90 ഉണ്ടാവും, അതൊന്നെങ്കിലും നല്ല പുഴയിലോ മറ്റോ ഒഴിവാക്കുക, നജസിലേക്കൊന്നും കൊണ്ടിടാതിരുന്നാൽ മതി, അത് ഉറപ്പാണല്ലോ. അപ്പം നമുക്ക് പിന്നെ വളരെ പഴക്കം ചെന്ന മുസ്ഹഫുകൾ അത് അട്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ റാക്കിൻ്റെ മുകളിലിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ അവിടുന്ന് ചൂടി തട്ടിയത് നുരുമ്പി പിന്നെ അത് കാറ്റടിച്ചുമ്പോൾ പാറി അവിടെ ഇവിടേക്ക് ഇങ്ങനെ ചവിട്ടി പോയി ഈ ഒരു ഇടങ്ങേറ് അങ്ങനെ ആവേണ്ടതില്ല. അത് കരിക്കുക. മഹാനരായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ സംഭവം തന്നെ തെളിവാണ്. കാരണം ഖുർആാനിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് അന്ന് മറ്റുള്ള ഖുർആാനൊക്കെ ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ടവർ കരിച്ചു എന്ന. പിന്നെ പല മുസ്ഹഫുകളും റസൂലുള്ളാഹിൻ്റെ മിമ്പറിൻ്റെ ചോട്ടിൽ ഒരു കുഴി കുത്തി ബഹുമാനപ്പെട്ടവർ അത് അടക്കം ചെയ്തു എന്നാണ്. കുഴിയൊക്കെ കുത്തുമ്പം അത് പ്രത്യേകം കുറച്ച് ആഴത്തിൽ കുത്തണം എന്ന് ഇമാമികൾ പറഞ്ഞതായിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ അത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. മറ്റൊന്ന്, പിന്നെ നോമ്പ് വുളുവിൻ്റെ സമയം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അപ്പോൾ വെള്ളം കയറ്റിയാണ് ചീറ്റുമ്പം മൂക്കിലൂടെ കൂടെ വെള്ളം പോയാലും നോമ്പ് മുറിയൊന്നാണ്. അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഫതുഹുൽ മുഈനിൽ എന്നതാണ് പറയുന്നത്, വലാ യുഫ്തിറു ബി സബ്ഖി മാ ഇൻ ജൗഫ മുഗ്തസിലിൻ അൻ ജനാബത്തിൻ. അവിടെ ജനാബത്ത് കുളിയൊക്കെ കുളിക്കുമ്പം പിന്നെ വെള്ളം ഉള്ളിലേക്ക് ആണ്ട് ഓട്ടോമാറ്റിക്കൊക്കെ ചിലപ്പോൾ കടന്നിറങ്ങിയാലോ എന്നുള്ള ചർച്ച അവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ക സബ്ഖി മാ ഇൽ മളുമലത്തി ബിൽ മുബാലഗത്തി ഇലൽ ജൗഫി മാ തദക്കുരിഹി ലിസ്സൗമി വ ഇൽമിഹി ബി അദമി മശ്റൂഇയ്യതിഹാ ബി ഖിലാഫിഹി ബിലാ മുബാലഗ. എന്താ മനസ്സിലാക്കാനുള്ള വെച്ചാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി എന്ന് പറഞ്ഞ സംഭവം വുളൂവിൽ പ്രധാന സുന്നത്താണ്. പക്ഷേ നോമ്പുകാരനാകുമ്പോൾ ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് സ്ട്രോങ് ആക്കൽ അവന് പ്രത്യേകം സുന്നത്തില്ല, ചെയ്യരുതെന്നാണ്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, പക്ഷേ ഒന്ന് സ്ട്രോങ്ങോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് നോമ്പില്ലാത്ത സമയത്ത് നമുക്ക് പ്രത്യേക സുന്നത്ത്. ആ മുബാലകത്ത് ഒന്ന് സ്ട്രോങ് ആക്കി ചെയ്യുക എന്നുള്ളത് നോമ്പുകാരന് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മസല ഞാൻ ഒരാൾക്ക് അറിയില്ല, ഇതൊന്നും അറിയാതെപ്പം വെള്ളം എന്തോ കയറിപ്പോയി നോക്കുക, എന്നാൽ പിന്നെ അവൻ അറിയില്ലല്ലോ, അതുകൊണ്ടൊരു നോമ്പിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് അറിയുക, അതാണ് ഒരു മസല. ഇനി നമ്മൾ അത്ര സ്ട്രോങ് ഒന്നും ആക്കിയില്ല, അല്ലാതെ തന്നെയാണ് മൂക്കിലൂടെ വെള്ളം കയറിയെന്ന് വെച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നതാണ് അതിൻ്റെ വിശദീകരണമായിട്ട് ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഹ്ദൂം തങ്ങൾ ഫതുഹുൽ മുഈനിൽ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് പിന്നെയും മറുപടി പറയാം.